കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടിയ വിജയമാണ് പി.സി. തോമസിന്റേത്. 2004 തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് മൂവാറ്റുപുഴയിൽ പി.സി. തോമസ് വിജയക്കൊടി പാറിച്ചപ്പോൾ രാഷ്ട്രീയ ചലനങ്ങൾ ഏറെയായിരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ച ത്രികോണ മത്സരമാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടന്നത്. UDF-ന് വേണ്ടി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും ഇടതുമുന്നണിക്ക് വേണ്ടി PM ഇസ്മയിലും അംഗത്തിനിറങ്ങി. പാർട്ടി ലീഡറായ KM മാണി മകൻ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച പി.സി. തോമസ് കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് IFDP എന്ന പാർട്ടി രൂപീകരിച്ച് മൂവാറ്റുപുഴയിൽ ഇരു മുന്നണികൾക്കുമെതിരെ പോരിനിറങ്ങി. NDA പി.സി. തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തീപ്പാറുന്ന ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. KM മാണി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അമരക്കാരനായിരുന്നു പി.സി. തോമസ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് P.T. ചാക്കോയുടെ മകൻ കൂടിയായ പി.സി. 1989 മുതൽ തുടർച്ചയായി മൂവാറ്റുപുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നു. പാർട്ടിയിൽ തന്റെ പിൻഗാമി മകനാകണമെന്ന് KM മാണി തീരുമാനിച്ചതോടെയാണ് പി.സി. തോമസിനെ മാണി വെട്ടിയത്. ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി വളർത്തുന്നതിൽ അമർഷമുണ്ടായിരുന്ന ഒരു വിഭാഗം നേതാക്കൾ പി.സി. തോമസിനെ രഹസ്യമായി സഹായിച്ചുവെന്ന് വോട്ടെണ്ണിയപ്പോൾ മനസ്സിലായി. ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് 529 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പി.സി. തോമസ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. പിന്നീട് പി.സി. തോമസിന്റെ MP സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കി. വോട്ടർമാരെ സ്വാധീനിക്കാൻ മതവികാരം ചൂഷണം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി LDF സ്ഥാനാർത്ഥി PM ഇസ്മയിൽ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിധി. ഈ വിധി ശരിവെച്ച് സുപ്രീം കോടതി തോമസിന് അയോഗ്യത കൽപ്പിക്കുമ്പോഴേക്കും സഭയുടെ കാലാവധി തീർന്നിരുന്നു എന്നതും ചരിത്രം. ഇടത് വലതു മുന്നണികളെ അട്ടിമറിച്ച് NDA പിന്തുണയോടെ പി.സി. തോമസ് മൂവാറ്റുപുഴയിൽ വെന്നിക്കൊടി പാറിച്ചപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വിജയം കൂടിയായിരുന്നു അത്. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.